ഗൃഹനാഥൻ വെട്ടേറ്റ് മരിച്ചു. അയൽവാസി കസ്റ്റഡിയിൽ. ബൈസൺവാലി ചൊക്രാമുടി പാറക്കടവ് ഭാഗത്താണ് കൊലപാതകം നടന്നത്. ഓലിക്കൽ സ്വദേശി സുധനാണ് മരിച്ചത്. പ്രതി കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. അജിത്തിന്റെ വീടിന്റെ സമീപത്ത് വെച്ചായിരുന്നു കൊലപാതകം. എറണാകുളത്ത് സദാചാര ആക്രമണം. പെൺസുഹൃത്തിനെ ഹോസ്റ്റലിൽ ആക്കാനെത്തിയ യുവാവിനെ ആൾക്കൂട്ടം ക്രൂരമായി മർദ്ദിച്ചു. അഞ്ചുമന ക്ഷേത്രത്തിന് സമീപമാണ് സംഭവമുണ്ടായത്. കൊച്ചിയിലെ സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന കൊല്ലം സ്വദേശിയായ യുവാവിനെ നാട്ടുകാർ ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു. സംഭവത്തിന്റെ ദൃശ്യങ്ങൾ പകർത്തിയ ലേഡീസ് ഹോസ്റ്റലിലെ പെൺകുട്ടികൾക്ക് നേരെയും നാട്ടുകാർ ഭീഷണി മുഴക്കി. സഹായത്തിനായി പോലീസിനെ വിളിച്ചെങ്കിലും ആക്രമിച്ചവർക്കൊപ്പം ചേർന്ന് പോലീസ് മാനസികമായി പീഡിപ്പിച്ചെന്നാണ് യുവാവിന്റെ ആരോപണം. കോഴിക്കോട് ഉള്ളിയേരിയിൽ ലാബ് ജീവനക്കാരിക്ക് നേരെ ബലാത്സംഗ ശ്രമം. പ്രതി പിടിയിൽ. പരപ്പനങ്ങാട് സ്വദേശി മുഹമ്മദ് ജാസിനാണ് പിടിയിലായത്. ഇയാൾ ഒരു ഹോട്ടലിലെ ജീവനക്കാരനാണ്. ലാബ് തുറക്കാനെത്തിയ ജീവനക്കാരെ ഇയാൾ കടന്നുപിടിച്ച് ആക്രമിക്കുകയായിരുന്നു. ബലാത്സംഗ ശ്രമത്തിന് ശേഷം ഓടി രക്ഷപ്പെട്ട ഇയാളെ കുന്നമംഗലത്ത് വെച്ചാണ് പിടികൂടിയത്. യുവതിയെ കടന്നുപിടിക്കുന്നതിന്റെയും ഒടുവിൽ ലാബിൽ നിന്ന് രക്ഷപ്പെട്ട് ഓടുന്നതിന്റെയും CCTV ദൃശ്യങ്ങൾ ലഭ്യമായിരുന്നു. പുലർച്ചെ ലാബിലെത്തി സ്ഥാപനം തുറക്കാൻ ശ്രമിക്കുകയായിരുന്ന യുവതിയുടെ അടുത്തേക്ക് ഇയാൾ എത്തുകയും തുടർന്ന് ലാബിൽ കയറി സ്ത്രീയെ കടന്നുപിടിക്കുകയുമായിരുന്നു. ഫോൺ നമ്പർ ബ്ലോക്ക് ചെയ്തതിന്റെ വിരോധത്തിൽ യുവതിയെ ഹോസ്റ്റലിൽ കയറി ആക്രമിച്ച യുവാവ് അറസ്റ്റിൽ. കൊരട്ടി ഉല്ലാസ് നഗറിലെ ലേഡീസ് ഹോസ്റ്റലിൽ യുവതി താമസിക്കുന്ന സിറ്റൌട്ടിലേക്ക് അതിക്രമിച്ച് കയറി ഹെൽമറ്റ് കൊണ്ട് ആക്രമിച്ച പാലക്കാട് പുതുക്കോട് സ്വദേശി ജിജോയെയാണ് അറസ്റ്റ് ചെയ്തത്. പാലക്കാട് പുതുക്കോട് സ്വദേശിനിയായ യുവതി ഫോൺ നമ്പർ ബ്ലോക്ക് ചെയ്തതിന്റെ വിരോധത്തിലാണ് ജിജോയ് ഹോസ്റ്റലിലെത്തിയത്. തുടർന്ന് അസഭ്യം പറയുകയും യുവതിയുടെ തലയിൽ ഹെൽമറ്റ് കൊണ്ട് അടിക്കുകയും മർദ്ദിക്കുകയും ചെയ്ത ശേഷം കല്ലെറിഞ്ഞ് ഹോസ്റ്റലിന്റെ ജനൽ ചില്ലുകൾ പൊട്ടിക്കുകയും ചെയ്തു. ജിജോയ്ക്കെതിരെ മദ്യപിച്ച് മനുഷ്യജീവന് അപകടം വരുത്തുന്ന രീതിയിൽ വാഹനം ഓടിച്ചതിന് മുൻപ് എറണാകുളം ടൗൺ പോലീസ് സ്റ്റേഷനിൽ കേസ് എടുത്തിട്ടുണ്ടെന്ന് പോലീസ് പറയുന്നു. അയൽവാസികൾ തമ്മിലുണ്ടായ സംഘർഷത്തിൽ യുവാവിന് വെട്ടേറ്റു. മലപ്പുറം കുറ്റിപ്പുറത്താണ് സംഭവം. കൊടക്കല സ്വദേശി വിഷ്ണുവിനാണ് കഴുത്തിന് വെട്ടേറ്റത്. ഗുരുതരമായി പരിക്കേറ്റ യുവാവിനെ വളാഞ്ചേരി നടക്കാവ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വിഷ്ണുവിന്റെ അയൽവാസിയായ മനീഷാണ് വെട്ടിയത്. വിഷ്ണുവും മനീഷും തമ്മിൽ മാസങ്ങൾക്ക് മുമ്പ് തല്ലുകൂടിയിരുന്നു. ആ കേസിൽ ശിക്ഷ കഴിഞ്ഞ് വിഷ്ണു ഇന്നലെയാണ് ജയിലിൽ നിന്നിറങ്ങിയത്. വൈകിട്ടാണ് വീണ്ടും ഇരുവരും തമ്മിൽ സംഘർഷമുണ്ടായത്. സംഘർഷത്തിനിടെ മനീഷ് കയ്യിൽ കരുതിയ ആയുധം കൊണ്ട് വിഷ്ണുവിനെ വെട്ടുകയായിരുന്നു. മനീഷിനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്.